ഹായ്, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഈസി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ സാമ്പാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന, ആദ്യമേ പറഞ്ഞല്ലോ, നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം എന്തൊക്കെ കഷ്ണങ്ങളാണ് എടുക്കുന്നതെന്ന് ഞാനിവിടെ കാണിച്ചു തരാം. ഞാനൊരു ചെറിയ പീസ് മത്തങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുത്ത മത്തങ്ങയാണ്. പിന്നെ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ 2 സാമ്പാർ മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ 2 പൊട്ടറ്റോയും എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഈ കഷ്ണങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം വലിയ പീസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അത് കുക്കറിൽ വെച്ച് വേവിക്കുമ്പോൾ വെന്തുടഞ്ഞു പോകാതിരിക്കാനാണ് ഈ രീതിയിൽ അരിഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് ഒരു 3/4 കപ്പ് സാമ്പാർ പരിപ്പുണ്ട്. അത് നല്ലപോലെ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്നത്, കുതിർത്തിട്ടില്ല, നല്ലപോലെ കഴുകി എടുത്തിരിക്കുന്നത്. അത് ആദ്യം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് ഇട്ട് കൊടുത്തു. ഇനിയാണെങ്കിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ. ഇത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കഷ്ണത്തിൽ മാറ്റം വരുത്തി. ഇപ്പോൾ പൊട്ടറ്റോ നിങ്ങൾക്ക് കുറച്ച് മതി, ഒരു പൊട്ടറ്റോ ചേർക്കാം. ടൊമാറ്റോ കൂടുതൽ വേണം, അങ്ങനെ അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. എന്നാൽ ഇത്രയും കഷ്ണങ്ങൾ നമ്മൾ ചേർത്തു. ഇനി ഇതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളമാണ് ഞാൻ അളന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ 2.5 കപ്പ്, ഇതാ ഈ മെഷർമെൻറ്റ് കപ്പിന് 2.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. 1.5 ടീസ്പൂൺ മതി. കൊറിയാണ്ടർ പൗഡർ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തു. ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുക ഒരു പാകത്തിന്, ഒരുപാട് ഉപ്പിടാൻ പാടില്ല. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 3 വിസിൽ കേൾക്കട്ടെ. അതിനുശേഷം ആറിയ ശേഷം നമുക്കിത് നോക്കാം. 3 വിസിലൊക്കെ കേട്ടു. അതെല്ലാം ആറിയ ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ ഒരിക്കലും ഈ നമ്മൾ സദ്യക്ക് പോയി കഴിക്കുന്ന ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ പെട്ടെന്ന് വീട്ടിലെല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കുന്ന സാമ്പാറാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ സാമ്പാർ, ചോറിനും കഴിക്കാം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വേറെയാണ്, മറ്റേതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. കണ്ടോ, ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്, എന്നാൽ വെന്തുടഞ്ഞു പോയിട്ടുമില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി സ്മാഷി ആവണം എന്നുണ്ടെങ്കിൽ ഒരു 2-3 വിസിലും കൂടി കേട്ടതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനിയാണെങ്കിൽ ആവശ്യമായിട്ടുള്ള വെള്ളം ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത്. പിന്നെ ഇത് നമുക്ക് കുറച്ചും കൂടി ഈസി ആക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾ ഒരു 4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് കുക്കറിൽ വിസിലടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം രണ്ടാമത് ചേർക്കുന്ന സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെയും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ആവശ്യത്തിനുള്ള വെള്ളം തിക്നെസ്സും ഒക്കെ ആയിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ കായപ്പൊടിയും ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സ്റ്റെപ്പും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ കുക്കർ നമ്മൾ വെജിറ്റബിൾസും പരിപ്പും കൂടി ഒന്നിച്ചിട്ട് വേവിച്ചപ്പോൾ പൊടികളൊക്കെ ചേർത്തില്ലേ, അതിൻ്റെ കൂടെ ചേർക്കാം. പിന്നെ ഇനി ഇതിലും എളുപ്പമായിട്ടുള്ള വേറൊരു വഴിയുണ്ട്. നമ്മൾ ഇപ്പോൾ പൊടികളൊക്കെ ഇങ്ങനെ അളവൊന്നും നമുക്ക് ഓർമ്മയില്ല, നമ്മൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ സാമ്പാർ മസാല വാങ്ങിക്കുക. റെഡിമെയ്ഡ് സാമ്പാർ മസാല മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ച് 2 സ്പൂൺ ചേർക്കുക. എന്നിട്ട് അതിനോടൊപ്പം തന്നെ ഈ കായപ്പൊടി, അല്പം ഉലുവാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്താലും വളരെ പെട്ടെന്ന് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ പല വിധത്തിൽ. പിന്നെ എപ്പോഴും എന്താ പറയുക, എരിയുടെ അളവും ഉപ്പിൻ്റെ അളവും ഒക്കെ നിങ്ങൾ തന്നെ ആണെങ്കിൽ നിശ്ചയിച്ച് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ സാമ്പാറിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ചേർക്കാവുന്ന ഒരു കാര്യമാണ് 1 ടീസ്പൂൺ പഞ്ചസാര. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക. അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുക. പക്ഷേ സാമ്പാറിന് നല്ല ടേസ്റ്റ് കിട്ടും. ഈ രീതിയിലൊക്കെ നിങ്ങളുണ്ടാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം നമ്മൾ കുക്കറിൽ പരിപ്പിട്ട് വെജിറ്റബിൾസ് വേവിക്കുന്നതിന് പൊടികളെല്ലാം ചേർത്ത് 4 ഗ്ലാസ് വെള്ളവും ചേർത്ത് നിങ്ങൾക്ക് ഒന്നിച്ച് വേവിക്കുക. അങ്ങനെ ചെയ്തതുകൊണ്ടും യാതൊരുവിധ കുഴപ്പവുമില്ല. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ ഏകദേശം ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ചേർത്തു. അതുപോലെ തന്നെ നിങ്ങൾ ചേർക്കുന്ന ചിലർക്കാണെങ്കിൽ സാമ്പാർ നല്ല തിക്കായിട്ടായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ചേർക്കുക, ഇല്ലെങ്കിൽ 4 ഗ്ലാസ് വെള്ളം ചേർക്കുക. അപ്പോൾ മല്ലിയിലയും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിന് താളിച്ചെടുക്കാം. കടുക് താളിക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഒരു 2 മുതൽ 3 സ്പൂൺ വരെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സാമ്പാറിന് കടുക് വരയ്ക്കുമ്പോൾ അതിലേക്ക് അല്പം നല്ല ജീരകം ഇട്ട് കൊടുക്കണം. ഞാനൊരു നല്ല ജീരകമാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതും നല്ലപോലെ പൊട്ടി വരട്ടെ. ഈ സാമ്പാറിന് ജീരകമിട്ട് കടുക് വറുത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഒരു മണവും കിട്ടും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് നമുക്ക് 3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഈ തിളച്ച എണ്ണയിലേക്ക്. അപ്പം ഇത് ആണെങ്കിൽ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കും. കടുക് താളിക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ സാമ്പാർ താളിക്കുമ്പോൾ അല്പം ജീരകം ചേർക്കുന്ന മാത്രമേ ഉള്ളൂ പ്രത്യേകത. ഇതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് റെഡി ആവട്ടെ. റെഡിയായ ശേഷം നമുക്കിത് ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ ഈ കറിവേപ്പിലയെല്ലാം അങ്ങ് കരിഞ്ഞു പോകും, മുളകും കരിഞ്ഞു പോകും. അപ്പോൾ തീ ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാറിലേക്ക് കടുക് താളിച്ച് വെച്ചിരിക്കുന്നതെല്ലാം ചേർത്ത് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്കുള്ള എണ്ണയെല്ലാം ഇതിലേക്ക് ഒഴിച്ച് ഇനി ഒരല്പം സാമ്പാർ നമ്മുടെ കടുക് താളിച്ച പാത്രത്തിലേക്ക് ഒഴിച്ച് അത് തന്നെ വീണ്ടും കറിയിലേക്ക് നമുക്ക് തിരിച്ചൊഴിച്ച് കൊടുക്കാം. ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ സാമ്പാർ റെഡി ആയില്ലേ. സാമ്പാർ വെക്കുന്ന ഈ രീതിയിൽ സാമ്പാർ വെക്കുന്ന വളരെ ടേസ്റ്റിയാണ്. എന്താ പറയുന്നത്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഓഫീസിലോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടണം, രാവിലെ തീരെ സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ കുക്കറിൽ സാമ്പാർ വെച്ച് നോക്കൂ. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലി കഴിയും. ഇനി കുറച്ചുകൂടി ഈസി ആകണം എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസൊക്കെ നമുക്ക് തലേ ദിവസം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞാൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.